ഹായ് ഗൈസ്, വെൽക്കം ടു പൃഥ്വി വേൾഡ്. വാലന്റൈൻസ് ഡേ ആയിട്ട് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡെസേർട്ട് തന്നെ ഉണ്ടാക്കിയാലോ? ഓക്കെ, അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് സ്ട്രോബെറീസ് എടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തും എടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മുടെ സ്ട്രോബെറീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ പാം ഷുഗർ എടുത്തുവെന്നേ ഉള്ളൂ, നമുക്ക് സാധാ പഞ്ചസാരയും ചേർക്കാം. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചും സ്ട്രോബെറീസിൻ്റെ ഒരു പുളിപ്പിനനുസരിച്ചും ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇപ്പം നമ്മുടെ സ്ട്രോബെറി കോമ്പോട്ട് റെഡി ആയിരിക്കുകയാണ്. ഇനി ഒരു മിക്സി ജാറിൽ കുറച്ച് പനീർ എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ യോഗേർട്ട്, പിന്നെ നമ്മുടെ സ്ട്രോബെറി കോമ്പോട്ട് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. യോഗേർട്ട് അല്ലെങ്കിൽ പുളി കുറഞ്ഞ കട്ടിയുള്ള തൈരായാലും മതി കേട്ടോ. നല്ല പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് സെർവിങ് ടൈമാണ്. അതിനായി ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. മൊത്തം ആഡ് ചെയ്യരുത് കേട്ടോ, നമുക്ക് ഇനി അത് ആവശ്യമുണ്ട്. ഇനി കുറച്ച് അലങ്കോല പണികളാകാം അല്ലേ? അപ്പോൾ ഫ്രഷ് സ്ട്രോബെറി കട്ട്സ് കൊണ്ട് അതും സെറ്റാക്കി. ഇനി കുറച്ചുകൂടി നമ്മുടെ ആ ഒരു പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഫ്രഷ് ക്രീമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമിന് പകരം ഐസ്ക്രീം ഒക്കെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് എൻറ്റയർലി ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. വീണ്ടും കുറച്ച് പേസ്റ്റ് കൂടെ ഇട്ടതിന് ശേഷം നമ്മുടെ സ്ട്രോബെറി കോമ്പോട്ടിൻ്റെ ഒരിച്ചിരി നമുക്ക് അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ലെയറായിട്ട് മെൽറ്റഡ് ചോക്ലേറ്റ് കൂടെ ആയിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ്, നമ്മുടെ സ്ട്രോബെറി മോസ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ഡെസേർട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് സ്ട്രോബെറി ഒക്കെ എളുപ്പത്തിൽ കിട്ടും കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.